സർ, എം എ ബേബിയുടെ ജനറൽ സെക്രട്ടറി പദവിയിലേക്കുള്ള കടന്നുവരവ് സി പി എമ്മിനുള്ളിൽ ഒരു പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ്. ഒരു പിണറായി ചേരിയും പിണറായി വിരുദ്ധ ചേരിയും ശക്തിപ്പെടുന്നതിൻ്റെ സൂചനയാണോ ഈ ബേബിയുടെ കടന്നുവരവ് നൽകുന്നത്? ഈ കുരുക്ഷേത്ര യുദ്ധമൊക്കെ കഴിഞ്ഞ് പാണ്ഡവന്മാരെല്ലാം ജയിച്ചു, അത് വിജയകരമായിട്ടൊക്കെ അവസാനിച്ച് കഴിഞ്ഞപ്പോഴേ കൃഷ്ണനാണല്ലോ ഇതിന് നേതൃത്വം കൊടുത്തത്. കൃഷ്ണൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ യാദവ വംശം പരസ്പരം കലഹിച്ച് നശിച്ച് നാറാണക്കൽ വെച്ച് പോയി. സി പി എമ്മിൻ്റെ സ്ഥിതിയും ഈ യാദവ വംശത്തിൻ്റെ സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാന 4 കാരണമുണ്ട്. അതിലൊന്ന്, ബേബിയെ മാത്രം അതിനകത്ത് മാറ്റി നിർത്തി കാണാൻ പറ്റില്ലല്ലോ. ബേബി ഇപ്പം വന്നു, ബേബി അസാധാരണമായ എന്തെങ്കിലും ഒരു കഴിവുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്ന ഒരാളല്ല. ബേബി വന്നുകൊണ്ട് സി പി എം രക്ഷപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. 4 പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ് സി പി എം നേരിടുന്നത്. അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതിൽ ഏറ്റവും വലിയ പ്രശ്നം ഈ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറ പോയി. കാരണം ഈ ഗ്ലാസ് നെസ്റ്റും പെരിസ്ട്രോയിക്കയും റഷ്യയിൽ വന്നതോടുകൂടി ഈ നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിലെയും ഏഷ്യൻ രാജ്യങ്ങളിലെയും പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോയി എന്ന് മാത്രമല്ല, റുമേനിയ ഭരിച്ചുകൊണ്ടിരുന്ന ചൗഷസ്ക്യൂവിനൊക്കെ ആളുകൾ തല്ലിക്കൊന്നുകളയാണ് ചെയ്തത്. ജർമ്മനിയിൽ നിന്ന് ഹനോക്കറെ കല്ലെറിഞ്ഞാണ് ഓടിച്ചത്. അതാണ് സംഭവം. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്നിടത്ത് പോലും ഇതാണ് സ്ഥിതി. ഗോർബച്ചോവിനെ കല്ലെറിയാതിരുന്ന അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഇത് ഗ്ലാസ് നെസ്റ്റും പെരിസ്ട്രോയിക്കയും കൊണ്ടുവന്നുകൊണ്ട് അത്യാവശ്യം ജനാധിപത്യം നിന്നുകൊണ്ട് അത് നിന്നു. അപ്പോൾ ഈ പ്രത്യയശാസ്ത്ര അടിത്തറ പരിപൂർണ്ണമായിട്ട് തകർന്നിരിക്കുക. ഇതിനെ പുനർനിർമ്മിക്കാൻ എം എ ബേബിക്ക് കഴിയും. നമ്മുടെ ഈ കോവിഡിൻ്റെ കാലത്ത് അദ്ദേഹം പറഞ്ഞതുപോലെ പറഞ്ഞാൽ ശരിയാവും തോന്നുന്നില്ല. ഇപ്പോൾ കുമാരപിള്ള സാറ് പാർട്ടി സംസ്ഥാന അഖിലേന്ത്യാ സെക്രട്ടറി ആയാൽ പാർട്ടി രക്ഷപ്പെടുമെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടുകാരൊക്കെ ഉത്തമന്മാരായിട്ട് മാറും. അല്ല, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും. ആ പ്രത്യയശാസ്ത്ര അടിത്തറയാണ് അവിടെ പോയിരിക്കുന്നത്. രണ്ടാമതൊരു പ്രശ്നം വെച്ചാൽ പാർട്ടി അണികളിൽ അച്ചടക്കമില്ല. അച്ചടക്കരാഹിത്യം കാണിക്കുന്ന ആർക്കെങ്കിലും എതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിയുന്നുണ്ട്? ഒന്നും കഴിയുന്നില്ല. ശത്രുക്കളെ ഒതുക്കാൻ പറ്റുന്നുണ്ട്, പിണറായിയുടെ എതിരാളികളെ, ശത്രുക്കളെ ഒതുക്കാൻ പറ്റുന്നുണ്ട്. അതല്ലാതെ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഉദാഹരണത്തിന് പത്തനംതിട്ട തന്നെ പത്മകുമാർ സമ്മേളനം കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, 52 കൊല്ലത്തെ തൻ്റെ ജീവിതം നിഷ്ഫലമായി പോയി. കാരണം 9 വർഷത്തെ പരിചയം മാത്രമുള്ള ഒരു പത്രപ്രവർത്തകയായിരുന്ന വീണ ജോർജ് നേരെ വന്ന് പാർട്ടിയുടെ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന ആളല്ല. ഇല്ല, അച്ചടക്കമില്ലാടി. എന്തുകൊണ്ടാണ് വന്നത്? വീണ ജോർജിൻ്റെ ഒരു കപ്പിത്താൻ ഉണ്ടായിരുന്നു, പത്മകുമാർ കപ്പിത്താൻ ഇല്ല. ആ പാവത്തിനെ നോക്കാൻ ആരും ഇല്ല. അത് 52 കൊല്ലം പ്രവർത്തിക്കാൻ ആര് പറഞ്ഞു? എന്തിനാ പ്രവർത്തിച്ചത്? അത് ഞങ്ങളിങ്ങനൊക്കെ ചെയ്യും. ഗോഡ് ഫാദർ വേണമെന്ന് വ്യക്തം. ഗോഡ് ഫാദർ വേണമെന്ന് അത് ഏറ്റവും നല്ല ഉദാഹരണമാണ് വീണ ജോർജും പത്മകുമാറും തമ്മിലുള്ള വ്യത്യാസം. അതിന് വേറെ ഉദാഹരണമൊന്നും തെറ്റി പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് അച്ചടക്കമില്ലായ്മയിലേക്ക് നയിച്ചു കഴിഞ്ഞ പാർട്ടി. പിന്നെ മൂന്നാമത് വരുന്നത് നിരന്തരമായ അഴിമതി ആരോപണങ്ങൾ. ഒരാൾക്കെതിരല്ല, മിക്കവാറും എല്ലാ നേതാക്കന്മാരും അഴിമതി ആരോപണത്തിൻ്റെ കരുവന്നൂർ ബാഗ് തൊട്ട് പ്രാദേശിക നേതാക്കന്മാർ തൊട്ട് സംസ്ഥാന അഖിലേന്ത്യാ നേതാക്കന്മാർ വരെ ആരോപണ വിധേയരാണ്. സർ, അതായത് ബ്രാഞ്ച് തലം മുതൽ കേന്ദ്ര കമ്മിറ്റി വരെ, ബ്രാഞ്ച് തൊട്ട് പോളിറ്റ് ബ്യൂറോ വരെ ഇരിക്കുന്ന ആളുകളുടെ പേരിൽ ശക്തമായ അഴിമതി ആരോപണമുണ്ട്. അതിനെ അദ്ദേഹം എങ്ങനെ മറികടക്കാൻ കഴിയും? പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാട്, എന്താ നിലപാട്? കേരളത്തിലവർ കോൺഗ്രസിനെതിരാണ്, തമിഴ്നാട്ടിൽ കോൺഗ്രസിൻ്റെ കൂടാണ്, ബംഗാളിലും കോൺഗ്രസിൻ്റെ കൂടെ. അപ്പോൾ വാളയാർ കഴിഞ്ഞാൽ നിലപാട് മാറും. വാളയാർ കഴിഞ്ഞാൽ കാലാവസ്ഥ മാറും, നിലപാട് മാറും എന്ന് പറഞ്ഞാൽ പിന്നെ ബേബി ഇരിക്കുമ്പോൾ ഓരോ പഞ്ചായത്തിലും ഓരോ നിലപാട് വരും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഇത് ബേബിക്ക് പരിഹരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ബേബിയെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇതിനു മുമ്പ് ബേബിക്ക് മുമ്പിലിരുന്ന ജനറൽ സെക്രട്ടറിമാരെ കൂടെ നമ്മൾ പരിഗണിക്കണം. പി സുന്ദരയ്യാണ് ആദ്യത്തെ ജനറൽ സെക്രട്ടറി. 1964 പാർട്ടി വളർന്നപ്പോൾ പി സുന്ദരയ്യാണ് വന്നത്. നിസ്വാർത്ഥമായ ജീവിതം കൊണ്ട്, സംശുദ്ധമായ ജീവിതം കൊണ്ട്, ആത്മാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് തൻ്റേതായ സ്ഥാനം ഉറപ്പിച്ചെടുത്ത ആളാണ് സുന്ദരയ്യ. അപ്പോൾ വലിയ സമ്പന്നമായ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന് രാഷ്ട്രീയ പ്രവർത്തനം സ്വീകരിച്ച ആളാണ് സുന്ദരയ്യ. ആ സുന്ദരയ്യ 1976 എനിക്ക് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനം വേണ്ടെന്ന് വെച്ച് കളഞ്ഞു പോയി. അവസാന നിമിഷം പാർട്ടിയിൽ നിന്നൊന്നും മാറിയില്ലെന്നേ ഉള്ളൂ. അദ്ദേഹം വളരെ ദുഃഖിതനായിരുന്നു. ഇതെങ്ങും ചെന്നെത്തില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം ആ തരത്തിൽ അദ്ദേഹം ഈ പ്രസ്ഥാനത്തിനോട് യോജിച്ചു പോകാൻ കഴിയാത്തതുകൊണ്ട് രാജിവെച്ച് പോയ ആളാണ്. ഒരർത്ഥത്തിൽ പുറത്തുപോയി, പ്രസ്ഥാനത്തെ വെറുത്ത് പുറത്തു പോയ ഒരാളാണ് സുന്ദരിയ. മാത്രമല്ല, ഈ നമ്മുടെ ജ്യോതി ബസുവിന് ശേഷം വന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ, അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്നു.
അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മീറ്റിങ്ങിന് പോകത്തേ ഇല്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു എന്നെ നിങ്ങൾ ദയവായിട്ട് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവാക്കുന്ന നാണക്കേടായതുകൊണ്ട് അവർ ഒഴിവാക്കിയില്ല. അദ്ദേഹം ഒരു പോളിറ്റ് ബ്യൂറോയ്ക്കും പോയിട്ടില്ല. അദ്ദേഹം പറഞ്ഞു എന്ത് സമയം കളഞ്ഞെന്തിനാണ് അവിടെ പോയിരിക്കുന്നത് വല്ല വിട്ടിത്വം കേൾക്കാനായിട്ട്. കുമാരപിള്ള സാറിൻ്റെ പ്രസംഗം മാത്രം ഉണ്ടെങ്കിൽ എത്ര അരോചകമായിരുന്നു നമ്മുടെ സന്ദേശ സിനിമ. ഇടയ്ക്ക് വേറെ ആളുകളും കൂടെ വരുന്നതുകൊണ്ടല്ലേ നിന്നത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ വരുന്നേ ഇല്ല, നിങ്ങൾ എന്താ വേണമെങ്കിലും തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പിന്നെ അവസാനം പോകാറില്ല. വളരെ ദുഃഖിതനായി ആണ് ബുദ്ധദേവ് ഭട്ടാചാര്യ മരിച്ചു. അതാണ് അപ്പം ഞാൻ ഇടയ്ക്കുന്ന പറഞ്ഞത് മാത്രം. പിന്നെ രണ്ടാമതൊന്ന് സെക്രട്ടറി EMS നമ്പൂതിരിപ്പാടല്ലേ. EMS നമ്പൂതിരിപ്പാടും വളരെ സംശുദ്ധമായ ഒരു രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്നു. അദ്ദേഹം ഏറ്റവും നഖശികാന്തം എതിർത്തിരുന്നത് BJP ആണ് അല്ലേ. പക്ഷേ അദ്ദേഹം മരിക്കുമ്പോൾ ആ ഘട്ടത്തിലേക്ക് BJP അധികാരത്തിൽ വന്നു. എന്തായാലും ശരി, അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ പ്രത്യേക വിമാനത്തിൽ ഇവിടെ വന്ന് അന്തിമോപചാരം അർപ്പിച്ച LK അദ്വാനിയാണ്. LK അദ്വാനി എന്ന് പറയുന്നത് BJP നേതാവ്, അന്ന് ഇന്ത്യയുടെ ഹോം മിനിസ്റ്ററാണ്. അപ്പോൾ ഇന്ത്യയുടെ ഹോം മിനിസ്റ്ററായിട്ട് ഉള്ള അദ്വാനിയുടെ ആദരാഞ്ജലികളും സ്വീകരിച്ചിട്ടാണ്, അദ്ദേഹം എതിർത്തിരുന്ന പാർട്ടിയാണ് BJP, നഖശികാന്തം എതിർത്തിരുന്ന പാർട്ടിയാണ്, EMS അന്ത്യയാത്ര പോയത്. തുടർന്ന് വന്ന ഹർകിഷൻ സിംഗ് സൂർജിത്താണ്. ഹർകിഷൻ സിംഗ് സൂർജിത്ത് സകല തരിയുടെയുള്ള ആളായിരുന്നു. EMSനോ സുന്ദരിയയ്ക്കോ ഉണ്ടായിരുന്ന സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതമേ അല്ലായിരുന്നു. അദ്ദേഹം പലപ്പോഴും സംശയത്തിൻ്റെ നിഴലിലായിരുന്നു. റാമുവാലിയ എന്ന് പറഞ്ഞൊരു മന്ത്രി മൻമോഹൻ സിംഗിൻ്റെ ക്യാബിനറ്റിലുണ്ടായിരുന്നു. അപ്പോൾ കളങ്കരഹിതനായ അഴിമതി വിരുദ്ധനായ ഒരാളല്ല, അത്യാവശ്യം പല കുഴപ്പങ്ങളുണ്ടായിരുന്ന ഒരാളായിരുന്നു. ആരോപണങ്ങൾ നേരിട്ടിരുന്നു വളരെ. കാരണം വെച്ചാൽ നമ്പർ 8 തീൻമൂർത്തി റോഡ്, തീൻമൂർത്തി ലൈൻ, നമ്പർ 8 തീൻമൂർത്തി ലൈൻ, അവിടെയായിരുന്നു ഹർകിഷൻ സിംഗ് സൂർജിത്ത് താമസിച്ചിരുന്നത്. ഡൽഹിയിലെ സകല രാഷ്ട്രീയ ഉപജാപങ്ങളുടെയും കേന്ദ്രം ആ വീടായിരുന്നു. പക്ഷേ അദ്ദേഹം ചില കാര്യങ്ങൾ ചെയ്തു. കോൺഗ്രസിനുമായിട്ടൊന്ന് ചേർത്ത് നിർത്താൻ ലാലു പ്രസാദിനെ, ശരത് പവാറിനെ, മുലായം സിംഗ് യാദവിനെ, ഇവരെ എല്ലാം BJPക്കെതിരെ കോൺഗ്രസിനോട് ചേർത്ത് നിർത്തി ഒരു മുന്നണി രൂപീകരിക്കുന്നതിനകത്ത് തന്ത്രശാലിയായ ഹർകിഷൻ സിംഗ് ഒരു BJP വിരുദ്ധ മുന്നണി ഉണ്ടാക്കുന്നതിൽ വളരെ വിജയിച്ച ആളാണ് സുർജിത്ത്. അപ്പോൾ സുർജിത്ത് മാറിയെങ്കിലും ഞാൻ പറഞ്ഞു സുർജിത്ത് അത്ര വലിയ സംശുദ്ധമായ രാഷ്ട്രീയം ഇല്ലാത്ത ഒരാളാണ്. പിന്നെ വന്നത് പ്രകാശ് കാരാട്ടാണ്. പ്രകാശ് കാരാട്ട് വന്നു. പിന്നെ വന്ന ഒരു വലിയ വ്യത്യാസം 2008 പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ഈ UPAക്കുള്ള പിന്തുണ പിൻവലിച്ചു, ആണവ കരാറിൻ്റെ പേര്. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ തലകുത്തനെ പാർട്ടി വീഴുകയായിരുന്നു. ഒരിടത്തും പിന്നെ പച്ച തൊടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പ്രകാശ് കാരാട്ടിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് CPMൻ്റെ വളർച്ചയുടെ കാലഘട്ടമല്ല, തകർച്ചയുടെ തുടക്കമായിരുന്നു പ്രകാശ് കാരാട്ടിൻ്റെ. പ്രകാശ് കാരാട്ട് വന്നാലും വന്നില്ലെങ്കിലും തകരും, അത് വേറെ കാര്യം. പക്ഷേ അത് അദ്ദേഹം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യമൊന്നുമല്ലല്ലോ. പ്രകാശ് കാരാട്ടിൻ്റെ കാലഘട്ടത്തിൽ തന്നെ യെച്ചൂരി, ഇവർ രണ്ടുപേരും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പഠിച്ച ആളുകളാണ്. ആളുകൾ വളരെ പണ്ഡിതന്മാരൊക്കെ തന്നെയാണ്, അല്ല കപട പണ്ഡിതന്മാരല്ല, ഒറിജിനൽ പണ്ഡിതന്മാരൊക്കെ തന്നെ. പക്ഷേ അവർ CPMൻ്റെ ബുദ്ധിജീവികളൊക്കെ തന്നെയാണ് അവർ. പക്ഷേ ഈ പ്രസ്ഥാനത്തിനെ കാണുന്ന മാർക്സിൻ്റെ മൂലധനവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും വായിച്ചിട്ട് കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച്, ഇന്ത്യൻ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയത്തില്ല. ഇന്ത്യൻ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട്, ഇന്ത്യൻ പൈതൃകത്തിൽ നിന്നുകൊണ്ട് ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. പോലീസ് സ്റ്റേഷൻ്റെയും ലോക്കപ്പിൻ്റെയും പടം കണ്ടിട്ടേ ഉള്ളവർ. ബസ്സിലും ട്രെയിനിലും സഞ്ചരിച്ചിട്ടില്ല, കാറിലേ സഞ്ചരിച്ചിട്ടുള്ളൂ. അവർക്ക് ഇങ്ങനെ വിപ്ലവത്തെക്കുറിച്ച് പറയും. പിന്നെ ഫ്ലൈറ്റിൽ. അപ്പോൾ ഫ്ലൈറ്റിൽ പോയി അദ്ദേഹം പിന്നെ ഒരു എയർ ഹോസ്റ്റസിനെ കല്യാണം കഴിച്ചിരിക്കുകയാണ്, വൃന്ദാക്കാരായിട്ട് എയർ ഹോസ്റ്റസ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ പരിപൂർണമായ പരാജയത്തിന് തുടക്കം കുറിക്കുന്ന പ്രകാശ് കാരാട്ടാണ്. പിന്നെ യെച്ചൂരി വന്നു. യെച്ചൂരി നോക്കിയപ്പോഴേ ശ്വാസം കിട്ടുന്നില്ല, ഓക്സിജൻ വേണം. ഓക്സിജൻ എവിടെ കിട്ടും? ഓക്സിജൻ കോൺഗ്രസിൻ്റെ AICC ആസ്ഥാനത്താണ് ഓക്സിജൻ ഇരിക്കുന്നത്. ജീവിക്കണോ മരിക്കണോ? അപ്പോൾ അവിടുന്ന് കുറച്ച് ഓക്സിജൻ കടം വാങ്ങിച്ച് അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താൻ ഒരു ശ്രമം നടത്തി. അത് ഹൈദരാബാദ് സമ്മേളനത്തിൽ യെച്ചൂരിയുടെ ലൈനും പ്രകാശ് കാരാട്ടിൻ്റെ ലൈനും തമ്മിൽ വ്യത്യസ്തമായി വേർതിരിഞ്ഞു പോയി. അപ്പം യെച്ചൂരി പറഞ്ഞ് കോൺഗ്രസുമായിട്ട് ചേർന്ന് നിന്ന് പോകല്ല, നമുക്ക് വേറെ മാർഗ്ഗമില്ല, എങ്കിലും നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണല്ലോ പിന്നെ പിന്നെ നമ്മുടെ രാജസ്ഥാനിൽ അവർക്കൊരു സീറ്റ് കിട്ടിയത്. കോൺഗ്രസിൻ്റെ ദാനമാണ് രാജസ്ഥാനിലെ സീറ്റ്, DMKയുടെ ദാനമാണ് തമിഴ്നാട്ടിലെ സീറ്റ്. മത്സരം ജയിച്ച കേരളത്തിൽ മാത്രമേ ഉള്ളൂ, വേറെയൊക്കെ ദാനം കിട്ടിയ സ്ഥലമാണ്. പിന്നെ ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണാത്തതുകൊണ്ട് അവർ ഈ MP-മാരെ കൊണ്ട് നടക്കുന്നു എന്നുള്ളതല്ല വേറെ കാര്യമില്ല. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം അതാണ്. അപ്പോൾ അത് യെച്ചൂരിയുടെ ലൈനിനോടൊപ്പം പിണറായിയും അല്ലെങ്കിൽ കേരള പാർട്ടി എതിരായിരുന്നു. അവരുടെ മുഖ്യശത്രു കോൺഗ്രസ്സാണ്. അപ്പോൾ കേരളത്തിൽ കോൺഗ്രസുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് പോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് കോൺഗ്രസുമായിട്ട് ഒരു യോജിപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത്
കേരളത്തിൻ്റെ ലൈനും കോൺഗ്രസുമായിട്ട് യോജിച്ച് പോകണമെന്നുള്ള അഖിലേന്ത്യാ ബംഗാൾ ലൈനും, ബംഗാളും മറ്റ് പല സ്റ്റേറ്റുകളും, ഈ ലൈനും തമ്മിലുള്ള വൈരുദ്ധ്യം ഇനിയും കൂടുതൽ മൂർച്ഛിക്കാനാണ് സാധ്യത. പക്ഷേ അപ്പോഴത്തേക്ക് പാർട്ടി നിൽക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. കാരണം 2004 പാർട്ടിക്ക് 43 എം പിമാരുണ്ടായിരുന്നു. 2000 പിൻവലിച്ചതിന് ശേഷം ആ എം പിമാരുടെ എണ്ണം 16 കുറഞ്ഞു. 2011 വന്നപ്പോഴത്തേക്ക് വീണ്ടും 9 ഇപ്പം 4. അപ്പോൾ ഇതാണ് പാർട്ടിയുടെ സ്ഥിതി, ഇതാണ് പാർട്ടിയുടെ ഗ്രാഫ് നമ്മൾ കാണുന്നത്. ഇവിടെ എന്ത് ചെയ്യാനാണ് ബേബിക്ക് കഴിയുന്നതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ബേബിയെ നമ്മളൊന്ന് പഠിച്ചു നോക്കിയാൽ ബേബി ഭരിക്കുന്ന പാർട്ടിക്ക് ഇന്ത്യയിലെ വോട്ടിങ്ങിൻ്റെ 1.76% വോട്ടേ. അതെ, ഈ പാർട്ടി വെച്ച് പിന്നെ ഇവിടെ മാധ്യമ ശ്രദ്ധ കിട്ടിയത് അത് വേറെ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. മാതൃഭൂമി ഒരു എഡിറ്റോറിയൽ തന്നെ ബേബിയെക്കുറിച്ച് എഴുതി, മനോരമ നന്നായിട്ട് കവർ ചെയ്തു. അപ്പം ഒരു മലയാളി വന്നു, മാധ്യമങ്ങളെല്ലാം ഒരു മലയാളി ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് തീർച്ചയായും മലയാളി ദേശീയ സെക്രട്ടറി ആയാലും എനിക്കും പ്രശാന്തിനും ഒക്കെ സന്തോഷമല്ലേ ഉള്ളൂ. അതെ, തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആന്ധ്രയിൽ നിന്നോ വന്നൊരു ജനറൽ സെക്രട്ടറിയെക്കാട്ടും നല്ലത് അതെ ബേബി വരട്ടെ, മലയാളി ആസ്ഥാനത്ത് വന്നു എന്നുള്ളത് ഒന്നുമില്ലൊരു മലയാളി വന്നല്ലോ. പക്ഷേ ഇവിടെ പ്രോബ്ലം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേബിയെ തിരഞ്ഞെടുത്ത ആ സമ്മേളനത്തിന് CPM-ന്റെ ചരിത്രത്തിലാദ്യമായിട്ട് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഇലക്ഷൻ വന്നു. ഡോക്ടർ DL കാരാട്ട്, മഹാരാഷ്ട്രയിൽ നിന്ന്. അദ്ദേഹം മഹാരാഷ്ട്രയിൽ, അദ്ദേഹം പ്രാക്ടീസിങ് ഡോക്ടറാണ്. അതെ, ഒരു വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ്. 31 വോട്ട് പിടിച്ചു. കാരാട്ടിൻ്റെ 1 കൂടുതൽ വോട്ട് പിടിച്ചതിനർത്ഥം അത്രയും പേര് കാരാട്ടിൻ്റെ വോട്ട് കിട്ടും, അല്ലാതെ വേറെ വോട്ട് കിട്ടില്ല. അപ്പോൾ കാരാടിൻ്റെ ആ ഒരു നിലപാട് ഇതൊരു ദുസൂചനയാണ്, പാർട്ടിയുടെ ചരിത്രം വളരെ ദുസൂചനയാണ്. അപ്പോൾ ഒരു ദുസൂചനയോടുകൂടി തന്നെയാണ് BJP അധികാരത്തിൽ എത്തിയിരിക്കുന്നത്. പിന്നെ ബേബിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അദ്ദേഹത്തോട് അടുത്ത് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം വളരെ പ്രജുഡിസ്റ്റാണ്, മുൻവിധിയോടെ കാണുന്ന ഒരാളാണ്. അതാണ് എൻ്റെ അനുഭവത്തിൽ. അത് ഞാൻ പറഞ്ഞല്ലോ, സബ്ജക്റ്റീവായിരിക്കും. എൻ്റെ അനുഭവത്തിൽ കാര്യങ്ങൾ വളരെ പ്രജുഡിസ്റ്റായിട്ട് കാണുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു ഷോമാനാണ്. ഷോമാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം കേരളത്തിൽ എവിടെയായിരിക്കണം എന്ന് അദ്ദേഹത്തിന് അറിയാം, അതവിടെ പ്ലേസ് ചെയ്യും. താൻ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യപ്പെടണം എന്നുള്ളതിനെക്കുറിച്ച് പുള്ളി നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെ അദ്ദേഹം പ്രൊജക്റ്റ് ചെയ്യപ്പെടും. അത്തരത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. പിടിച്ച് നിൽക്കാൻ ഇന്ത്യയിൽ ഇത് പറ്റില്ല. പക്ഷേ ഒരു സീസൺഡ് പൊളിറ്റീഷ്യനാണ് MA ബേബി. 1998 പിന്നെ അന്ന് കൂടിയ സ്റ്റേറ്റ് കമ്മിറ്റി പാർട്ടി കോൺഗ്രസ്സിൽ CITU ലോബിയെ കംപ്ലീറ്റ് ആയിട്ട് വെട്ടി നിരത്തിയത് ഒരു പങ്ക് വഹിച്ചത് ബേബി. അന്ന് BS ഉണ്ടായിരുന്നു. BSൻ്റെ കൂടെ നിന്ന് ഇവരെയൊക്കെ വെട്ടി നിരത്തി ആരെയും മോശക്കാരെയല്ല. KN രവീന്ദ്രനാഥ്, O ഭരതൻ, MM ലോറൻസ്, IV ദാസ് എല്ലാം പ്രമുഖരാണ്. അവരെയൊക്കെ ഒരു ഫൈൻ മോർണിംഗിൽ വെട്ടി നിരത്തി. പിറ്റേ ദിവസം രാവിലെ അവരൊന്നും അല്ല, സമ്മേളനം കഴിഞ്ഞപ്പോഴേ. അത് കൊച്ചൊരു കാര്യമല്ല. അപ്പോൾ അതിനകത്ത് വെട്ടി നിരത്താൻ ഉള്ള പാഠം BSൻ്റെ കൂടെ പഠിച്ച ഇതേ ബേബി തന്നെ 2005 മലപ്പുറം സമ്മേളനത്തിൽ എന്ത് ചെയ്തു? BSൻ്റെ കാലുവാരി പിണറായിക്കൊപ്പം നിന്നു. അപ്പം ആദ്യം BSനോടൊപ്പം നിന്നു, 2 BSനെ കാലുവാരി 2005 പിണറായിക്കൊപ്പം നിന്നു. ഇനിയും പിണറായിയുടെ കാലപ്പോഴായിരുന്നു എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. അത് വാരിയിരിക്കും, അതിന് ഒരു തർക്കമുള്ളൊരു കാര്യമല്ല. കാരണം കേരള രാഷ്ട്രീയം അങ്ങനെയാണ് പോകുന്നത്. ഇവിടെ എന്താ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം, ഇപ്പോൾ തന്നെ അവിടെ പിന്നെ ഈ പാർട്ടി കോൺഗ്രസ് തന്നെ അവരെ ഈ കഫിയായൊക്കെ ധരിച്ച് ഈ പാർട്ടി സമ്മേളനത്തിലൊക്കെ പങ്കെടുത്തോടുകൂടി ഈ പോളറൈസേഷൻ കുറച്ചുകൂടെ ശക്തമായി. പിന്നെ ഈ പറഞ്ഞ ഈ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഇത്തരം ഡയലോഗുകളുണ്ട്. കൊറോണയെ നേരിടാൻ സാമ്രാജ്യത്വമായിട്ട് കൂട്ടുകൂടിയതുപോലെ അത്തരം പിന്നെ കുമാരപിള്ള സാർ ആവേശിച്ചാൽ അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആവേശിച്ചില്ലേലും കാര്യമായിട്ടൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എൻ്റെ ഒരു ഇവാലുവേഷനിൽ മുൻ സെക്രട്ടറിമാരെക്കാൾ സുന്ദരയ്യ, EMS, ഹർകിഷൻ സൂര്യത്ത്, പ്രകാശ് കാരാട്ട്, യെച്ചൂരി ഇവർ 4-5 പേരെക്കാട്ടിലും മോശമായ ഒരു ജനറൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം ചരിത്രത്തിൽ പാർട്ടിയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടാനേ പാർട്ടിയുടെ തകർച്ച ബേബിയോടുകൂടി സാക്ഷ്യം വഹിച്ചു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തും എന്നുള്ളതിനപ്പുറം ഈ പാർട്ടിയെ ഒരു തളർച്ചയിൽ നിന്ന് കൊണ്ടുവരത്തക്ക വിധത്തിലുള്ള ഇൻഗ്രീഡിയൻസ് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യവും അതിനനുഗുണമല്ല. അതും കൂടെ നമ്മൾ കണക്കാക്കണം. എന്തായാലും
ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം. അദ്ദേഹം എന്തായാലും മലയാളി ആയ MA ബേബി അഖിലേന്ത്യാ സെക്രട്ടറി ആയത് അദ്ദേഹത്തിനെ അഭിനന്ദിക്കാം, സന്തോഷിക്കാം, അഭിനന്ദിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.